ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ രാത്രി യോഗത്തിൽ തിരുവചനവുമായി നിൽക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും അവസരം നൽകിയ ശ്രേഷ്ഠന്മാരായ ദൈവഭൃത്യന്മാർക്ക് എൻ്റെ വിനീത വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭയുടെ 91ാമത് ജനറൽ കൺവെൻഷൻ്റെ 2ാമത് രാത്രിയിൽ വിശുദ്ധ തിരുവെഴുത്തുകളുമായി നിൽക്കുവാൻ എനിക്ക് അവസരം നൽകിയ ദൈവത്തെ ഇന്ന് രാത്രിയിൽ ഞാൻ വാഴ്ത്തുന്നു. ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതനായ ആദരണീയരായ പാസ്റ്റർ ജേക്കബ് ജോൺ, പാസ്റ്റർ സാം ജോർജ്, ഡോക്ടർ ബേബി വർഗീസ്, ഡോക്ടർ ജോൺ ജോസഫ്, എല്ലാ സ്റ്റേറ്റുകളുടെയും റീജിയൻ്റെയും ഭാരവാഹികൾ, അനുഗ്രഹീതരായ ദൈവദാസന്മാർ, എല്ലാവർക്കും എൻ്റെ വന്ദനം. ഇന്ന് മഹാദൈവം നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്ന് നമ്മെ സന്ദർശിക്കുവാൻ നമ്മുടെ മധ്യത്തിലുള്ളതോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഈ 2ാമത് രാത്രിയിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഹൃദയം തുറന്ന്, അധരം തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കണം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. ഇന്ന് രാത്രിയിലും ഒരു അത്ഭുതം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന സകല ദൈവമക്കളും ഹൃദയം നിറഞ്ഞ് കർത്താവിന് ഈ രാത്രി സ്തുതി സ്തോത്രങ്ങൾ കരയറ്റട്ടെ. അനേക അഭിഷിക്തന്മാർ ദൈവത്തിൻ്റെ വചനവുമായി നിന്നിട്ടുള്ള ഈ സ്റ്റേജിൽ എളിയവനായി എനിക്കുകൂടെ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് നിൽക്കുവാൻ ദൈവം അവസരം നൽകി. അതിന് ദൈവം കാരണമായിട്ട് ഉപയോഗിച്ച അഭിഷിക്ത ദൈവദാസന്മാരോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. കർത്താവരെ എല്ലാം സഹായിക്കട്ടെ. ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KV ചാക്കോ അവറുകൾക്കും മറ്റെല്ലാ ദൈവഭൃത്യന്മാർക്കും നന്ദി കർത്താവ് അനുഗ്രഹിക്കട്ടെ. തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദവാക്യങ്ങൾ ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 1 through 7. ലൂക്കോസിൻ്റെ സുവിശേഷം 2ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദവാക്യങ്ങൾ വായിച്ച് ദൈവം എനിക്ക് നൽകിയ ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവച്ച് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗുസ്തോസ് കൈസറുടെ രാജ്ഞ പുറപ്പെട്ടു. കുരന്യോസ് സുറിയനാട് വാഴുമ്പോൾ ഈ 1ാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറി എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ട് യഹൂദയിൽ ബത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. താങ്ക് യു. നിസ്തുലനായ ക്രിസ്തു, അതുല്യനായ ക്രിസ്തു, യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലത അവൻ്റെ ജനനത്തിൽ എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നേതാവാണ് യേശു ക്രിസ്തു. ചരിത്രത്തെ വിഭജിച്ചവനാണ് യേശു ക്രിസ്തു. ചരിത്രത്തെ മാറ്റിമറിച്ചവനാണ് യേശു ക്രിസ്തു. അന്നും ഇന്നും എന്നും ജീവിതങ്ങളിൽ മാറ്റം വരുത്തുന്നവനാണ് യേശു ക്രിസ്തു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനാണ് യേശു ക്രിസ്തു. അവനെപ്പോലെ പറയാൻ വേറെ ഒരാളില്ല. അവനെപ്പോലെ ആരാധ്യനായ വേറെ ഒരു വ്യക്തിയില്ല. ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തെ നമ്മുടെ അധരങ്ങളിൽ എടുക്കുമ്പോൾ ആ നാമത്തിലൂടെ വ്യാപരിക്കുന്ന ദിവ്യശക്തി നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേശത്തെ വലിയ പരിവർത്തനങ്ങൾ വരുത്തുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമം ശ്രേഷ്ഠ നാമമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമം അത്ഭുത നാമമാണ്. യേശു നമ്മുടെ ഉള്ളത്തിൽ വന്ന ദിവസം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ
അത്ഭുതത്തിൻ്റെ ദിവസമായിരുന്നു. യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന ദിവസം ജീവിതത്തെ മാറ്റിമറിച്ച ദിവസമായിരുന്നു. ഇന്ന് രാത്രിയിൽ അവൻ്റെ നാമത്തെ നമ്മുടെ അധരത്തിലെടുത്തിരിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിന് നമ്മൾ നന്ദി പറയുമ്പോൾ, വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം ശരീരങ്ങളിൽ അനുഭവിക്കുന്ന സകല ദൈവമക്കളും ഈ രാത്രി ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി പറയാനിടയാകണം. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയും? വിശ്വസിക്കാൻ കഴിയുന്ന സകല ദൈവമക്കളും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി ഒരുമിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഹോളിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ശരീരങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഒരു മാറ്റം വരുത്തുമെന്ന് എന്നോട് ചേർന്ന് വിശ്വസിക്കുന്ന സകല ദൈവമക്കളും ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സമർപ്പണത്തിൻ്റെ അടയാളമായി കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ, വിജയത്തിൻ്റെ അടയാളമായി കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ, ആ കരങ്ങളിലേക്ക് വ്യാപരിക്കുന്ന അദൃശ്യമായ ദൈവശക്തി ഇന്ന് രാത്രി പന്തലിൽ വ്യാപരിക്കുന്നത് അത് ശരീരത്തിൽ അനുഭവിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? അവർ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ലോകത്തിൽ ദൈവത്തിന് മനുഷ്യനെ അവതരിപ്പിക്കാൻ ഒന്നിലധികം മാർഗങ്ങളുണ്ട്. ആദിയിൽ ഒരു മനുഷ്യനെ ആവശ്യമായിരുന്നപ്പോൾ ദൈവം മണ്ണുകൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. മണ്ണുകൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ആ മനുഷ്യൻ്റെ പേര് ആദാം എന്നായിരുന്നു. എന്നാൽ പിന്നെ ഒരു മനുഷ്യനെ ആവശ്യമായി വന്നപ്പോൾ ദൈവം മണ്ണുകൊണ്ടല്ല ഉണ്ടാക്കിയത്, ദൈവം വാരിയെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ശ്രദ്ധിക്കുക, ദൈവത്തിന് മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാൻ കഴിയും, വാരിയെല്ല് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ഇവിടെ അവതരിപ്പിക്കാൻ കഴിയും. എന്നാൽ ഇസഹാക്കിനെ ദൈവം ലോകത്തിൽ നൽകിയത് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളിലൂടെയായിരുന്നു. ശ്രദ്ധിക്കണമേ, മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാം, വാരിയെല്ല് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാം. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളിലൂടെ ദൈവത്തിന് മനുഷ്യനെ ഭൂമിയിൽ അവതരിപ്പിക്കാൻ കഴിയും. ഞാനും നിങ്ങൾ ലോകത്തിൽ വന്നത് ദൈവം പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന നിയമമനുസരിച്ച് മാതാപിതാക്കളിലൂടെയാണ് നമ്മൾ ലോകത്തിൽ വന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ലോകത്തിൽ വന്നത് ഈ മാർഗങ്ങളിലൂടെയല്ല. ലൂക്കോസ് 1:35 നിങ്ങൾ വായിച്ചു നോക്കൂ. പരിശുദ്ധാത്മാവ് വരികയും വചനം ജഡമെടുക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനവും മറിയയുടെ ഉദരത്തിൽ വ്യാപരിച്ചപ്പോൾ ഒരു ശിശു ഉണ്ടായി. ആ ശിശുവിൻ്റെ പേരാണ് യേശു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാൻ കഴിയുന്ന, വാരിയെല്ലുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കുവാൻ കഴിയുന്ന, വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളിലൂടെ മനുഷ്യനെ ഉണ്ടാക്കാൻ കഴിയുന്ന, ആമേൻ, പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന നിയമത്തിലൂടെ ഭൂമിയിൽ മനുഷ്യനെ അവതരിപ്പിക്കാൻ കഴിയുന്ന, ആമേൻ, അതേ ദൈവം യേശുവിനെ ലോകത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഒരു മാനുഷിക കരങ്ങളുടെയും പ്രവർത്തനമില്ലാതെ വ്യാപരിച്ച പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഉദരത്തിൽ വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവവൈതലേ, ഒരു വഴിയല്ല 1000 വഴികളിലൂടെ നിന്നെ സഹായിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ പന്തലിനകത്ത് വ്യാപരിക്കുന്നെന്ന് വിശ്വസിക്കുന്ന സകലരും ദൈവത്തിന് സ്തോത്രം പറയാതെ മടങ്ങി പോകരുത്. ഒരു വഴികളാണ് നിന്റെ മനസ്സിലുള്ളെങ്കിൽ, 10 വഴികളാണ് നിന്റെ മനസ്സിലുണ്ടെങ്കിൽ, 1000 വഴികളിലൂടെ ഇന്ന് രാത്രി സഹായിക്കാൻ കഴിയുന്ന എൻ്റെ ദൈവം ഈ പന്തലിലുണ്ടെന്ന് വിശ്വസിക്കുന്ന സകലരും ദൈവത്തിന് സ്തോത്രം പറയണം. മറ്റൊരു ജനനമുണ്ട്. അതിൻ്റെ പേര് ജനനമെന്നല്ല, ബോൺ എന്നല്ല, ബോൺ എഗെയിൻ എന്നാണ്. ഇതുവരെ ഞാൻ പറഞ്ഞത് ബോൺ ആണെങ്കിൽ, ബർത്ത് ആണെങ്കിൽ, ആറാമത്തത് ജനനമല്ല, ബോൺ എഗെയിൻ ആണ്, വീണ്ടും ജനനമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം വചനം ജഡമെടുക്കുകയായിരുന്നു, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയായിരുന്നു. ഒരു വിശ്വാസിയിൽ വീണ്ടും ജനനം സംഭവിക്കുന്നത് വചനത്താലും ആത്മാവിനാലുമാണ്. വചനത്താലും ആത്മാവിനാലുമാണ്. ഞാൻ മടങ്ങി വരുന്നു. യോഹന്നാൻ 1:1 നിങ്ങൾ വായിച്ചു നോക്കൂ. എഴുതിയിരിക്കുന്നതിന് ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇന്ന് രാത്രി നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനം ചരിത്രത്തിൽ ഒരു സംഭവമായി നിൽക്കുമ്പോൾ കാലിത്തൊഴുത്തിൽ പിറന്നപ്പോഴല്ല യേശുവിൻ്റെ ഉത്ഭവം. യോഹന്നാൻ 1:1 3 പ്രധാന കാര്യങ്ങളുണ്ട്. ദൈവശാസ്ത്രജ്ഞൻ ഒരായുസ് മുഴുവൻ ഇരുന്നാൽ വ്യാഖ്യാനിച്ച് തീരാൻ കഴിയാത്തൊരു വാക്യമാണ് യോഹന്നാൻ 1:1 വാക്യം. യേശുവിൻ്റെ പ്രീ എക്സിസ്റ്റൻസ് ആണ്. മുൻപ് അവൻ ഉണ്ടായിരുന്നു, അനാദി നിത്യതയിൽ അവൻ ഉണ്ടായിരുന്നു.
അവൻ്റെ കോ എക്സിസ്റ്റൻസ് ആണ്. അവൻ ദൈവത്തോടുകൂടെ ഉണ്ടായിരുന്നവനാണ്. അവൻ്റെ സെൽഫ് എക്സിസ്റ്റൻസ് ആണ്. ദൈവത്തോട് തുല്യനായി സ്വയം നിലനിന്നിരുന്ന ദൈവത്തെയാണ് യോഹന്നാൻ 1:1 നമ്മൾ കാണുന്നത്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ ചരിത്രം തുടങ്ങിയത് ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ പിറന്നപ്പോഴല്ല. അവൻ അനാദി നിത്യതയിൽ ഉണ്ടായിരുന്നവനാണ്. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ അവൻ ഉണ്ടായിരുന്നു. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ അവൻ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം ഏതെങ്കിലും ചരിത്രത്തിലെ ഒരു നിമിഷത്തിൽ ഭൂമിയിൽ ജാതനായ നിമിഷം ചരിത്രം തുടങ്ങിയ ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. അനാദി നിത്യതയിൽ നിലനിന്നിരുന്ന ദൈവപുത്രൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ചരിത്രത്തിൽ കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ അവതരിച്ചെങ്കിൽ വിശ്വസിക്കുന്ന ദൈവവൈതലേ, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അനാദി നിത്യതയിൽ ജീവിക്കുന്ന ദൈവപുത്രൻ ഈ പന്തലിൽ എഴുന്നള്ളി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറയാതെ മടങ്ങി പോകരുത്. യേശുവിന്റെ നാമത്തെ ശക്തിയോടെ ഇന്ന് രാത്രി ഉയർത്തണം. യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് ദൂതൻ കൊണ്ടുവരുമ്പോൾ ഉയരത്തിലെ നാമമായിരുന്നു. ഉയരത്തിലെ നാമമാണ് യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം പോലെ തുല്യമായ വേറെ ഒരു നാമമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കൽ ദൂതൻ സെക്കറിയാവിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്കും മറുപടിയായി സെക്കറിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് പറഞ്ഞപ്പോൾ സെക്കറിയാവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സെക്കറിയാവ് ഒരു പുരോഹിതനാണ്, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നയാളാണ്, ടൈറ്റിലുള്ള ആളാണ്. ആമേൻ. അങ്ങനെയുള്ള സെക്കറിയാവിന് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അങ്ങ് കോണിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ, ഒരു പാവപ്പെട്ട പെൺകൊച്ച്, ആമേൻ, മറിയ എന്ന സഹോദരിയുടെ അടുക്കൽ ദൂതൻ ചെന്ന് പറഞ്ഞപ്പോൾ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു. വിശ്വസിക്കാൻ നിങ്ങൾക്കൊരു ആത്മീയ ടൈറ്റിലിന്റെ ആവശ്യമില്ല. ഇന്ന് രാത്രി ഹോളിൽ വന്നിരിക്കുന്ന ദൈവവൈതലേ, വിശ്വസിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഈ പന്തലിൽ ഉണ്ടെന്ന് ആമേൻ വിശ്വസിക്കാൻ കഴിയുന്ന സകല ദൈവമക്കളും ഈ രാത്രി അല്പസമയം ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാതെ മടങ്ങി പോകരുത്. ഹല്ലേലൂയ. ടൈറ്റിലുള്ള സെക്കറിയാവിന് വിശ്വസിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ ഒരു ടൈറ്റിലും ഇല്ലാതിരുന്ന മറിയയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു. അത് വിശ്വസിക്കുന്ന ദൈവവൈതലിന് വേണ്ടി ഈ രാത്രി ഹോളി ദൈവശക്തി ആവരിക്കുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? യേശുവിന്റെ നാമം അതുല്യ നാമമാണ്. യേശുവിന്റെ ജനനം പോലെ മറ്റൊരു ജനനമില്ല. ബൈബിളിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ദൈവം നമ്മോടുകൂടെ. God is with us. യേശുവിന്റെ പേരെന്താണെന്നറിയാമോ? ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ഒരു സത്യമാണത്. ദൈവം നമ്മോടുകൂടെ. ഇന്ന് രാത്രി ഏറ്റവും അടുത്തിരിക്കുന്ന ആളായി നമ്മോടുകൂടെ ഉള്ളത് മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ലോകത്തിൽ ആരെല്ലാം കൈവിട്ടാലും കൈവിടാതെ നിന്നോടുകൂടെ ഇരിക്കുന്നവൻ. തീച്ചൂളയുടെ നടുവിൽ അവൻ ഇറങ്ങി വരും, പെരുവെള്ളത്തിന് നടുവിൽ അവൻ ഇറങ്ങി വരും, അഗ്നിജ്വാലയിൽ അവൻ പ്രത്യക്ഷപ്പെടും, കൊടുങ്കാറ്റിന്റെ നടുവിൽ അവൻ ഇറങ്ങി വരും, സിംഹത്തിന്റെ കുഴിയിൽ അവൻ ഇറങ്ങി വരും. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആർക്കും വരാൻ കഴിയാത്ത സ്ഥലത്ത് ഇന്ന് രാത്രി ഇറങ്ങി വരാൻ കഴിയുന്ന ഒരാളുണ്ട്. അവന്റെ പേരാണ് ഇമ്മാനുവേൽ. ഹല്ലേലൂയ. എത്ര ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്? യേശു വെള്ളത്തിന്റെ മീതെ നടന്നെങ്കിൽ ഒരു കാര്യം നോക്കണം. ഭാരമുള്ള ഒരു വസ്തു വെള്ളത്തിലേക്ക് ഇട്ടാൽ അത് വെള്ളത്തിൽ താണു പോകും. കാരണം ഭൂമിക്ക് ഒരു ആകർഷണമുണ്ട്. ഭൂമിയുടെ ആകർഷണം ആ വസ്തുവിനെ താഴോട്ട് വലിക്കും. എന്നാൽ വെള്ളത്തിൽ യേശുവിന് നടക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഭൂമിയുടെ ആകർഷണങ്ങളോ ലോകത്തിന്റെ പ്രതിസന്ധികളോ നിന്നെ താഴോട്ട് വലിച്ചു മുക്കാതിരിക്കാൻ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി പന്തലിലുണ്ട്? നിന്നെ താഴോട്ട് വലിക്കുന്ന നൂറുകണക്കിന് ശക്തി ഉണ്ടെങ്കിലും അതിനെ കവർ ചെയ്യുന്ന, അതിനെ തകർക്കുന്ന ഒരു അമാനുഷിക ദൈവശക്തി ഇന്ന് രാത്രി പന്തലിൽ വ്യാപരിക്കുന്നത് അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറയണം. ജീസസ്. ഓഗസ്റ്റോസ് കൈസറാണ് വാഴുന്നതെങ്കിലും സർവശക്തനായ ദൈവമാണ് ഭരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ല? അഗസ്റ്റോസ് കൈസറാണ് വാഴുന്നതെങ്കിലും ഭരിക്കുന്നത്, നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ഭൂമിയിൽ ഭരണകൂടങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ എല്ലാം പേര് ഉന്നതന്മാരെന്നാണ്. എന്നാൽ ഞാൻ ഇന്ന് രാത്രി ഒരാളെ പറയാം, അദ്ദേഹത്തിൻ്റെ പേര് ഉന്നതൻ എന്നല്ല, അദ്ദേഹത്തിൻ്റെ പേര് മോസ്റ്റ് ഹൈ എന്നാണ്, അത്യുന്നതൻ എന്നാണ്. അവനെ പോലെ അതുല്യനായ ഒരു ദൈവമില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? നീ ഒത്തിരി ഉന്നതന്മാരെ കണ്ടിട്ടുണ്ട്, അവരെല്ലാവരും ജീവിതത്തിൽ ഒരു സാഹചര്യത്തിൽ നിന്നെ കൈവിട്ടതാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നയാൾ ഉന്നതനല്ല, അവൻ അത്യുന്നതനായ ദൈവമാണ്. സ്വർഗീയ മഹിമകളെ വിട്ട് കാലി തൊഴുത്തിൽ ജാതനായ ദൈവപുത്രൻ ഇന്ന് രാത്രി ഞങ്ങൾ ഈ പന്തലിൽ ഉയർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ അവന്റെ പേര് അതുല്യനായ ദൈവമെന്നാണ്, അവന്റെ പേര് ശ്രേഷ്ഠനായ ദൈവമെന്നാണ്, അവൻ മഹോന്നതനായ ദൈവപുത്രനാണ്. അവന്റെ കരം ഈ ഹോളിൽ വ്യാപരിക്കുന്നത് ശരീരത്തിലോ ജീവിതത്തിലോ കുടുംബങ്ങളിലോ അനുഭവിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ ജനനം 3 സത്യങ്ങൾ വിളിച്ചറിയിക്കുന്നു. ഗ്രേറ്റ് ജോയ്, വലിയ സന്തോഷം.
ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കണം. വലിയ സന്തോഷം ആമേൻ സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് യേശുവിൻ്റെ ജനനം. ഗ്രേറ്റ് ജോയ്. നമ്പർ 2, യേശുവിൻ്റെ ജനനം പീസ് ഓൺ എർത്ത് ആണ്. ഭൂമിയിൽ സമാധാനമാണ്. ആമേൻ സങ്കടങ്ങൾ നിറഞ്ഞ, സംഘർഷങ്ങൾ നിറഞ്ഞ, സംഘട്ടനങ്ങൾ നിറഞ്ഞ ലോകത്തിൽ അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ ലോകം നിരാശയോടുകൂടെ പരിഭ്രമിക്കുമ്പോൾ ഇതിന് നടുവിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: സമാധാന പ്രഭുവായ യേശു ക്രിസ്തു. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മൂന്നാമത്തെ സന്ദേശം, യേശുവിൻ്റെ ജനനത്തിൽ ലഭിച്ച മൂന്നാമത്തെ സന്തോഷം രക്ഷയാണ്. ആമേൻ സകല മനുഷ്യർക്കും വേണ്ടി രക്ഷിതാവായി അവൻ ഇറങ്ങി വന്നവനാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു സന്തോഷം നൽകുന്നവനാണ്. ഞാൻ പ്രസംഗിക്കുന്ന യേശു സമാധാനം നൽകുന്നവനാണ്. അത് ഭൂമിയിലേക്കുള്ള ഏർപ്പാടാണെങ്കിൽ നിന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന രക്ഷ നിനക്ക് തരുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഈ ഹോളിലുണ്ടെന്ന് ആമേൻ രക്ഷ അനുഭവിച്ച സകല ദൈവമക്കളും ഇന്ന് രാത്രി അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാതെ പോകരുത്. ഹല്ലേലൂയ. ഇഹത്തിൽ നിലനിൽക്കുന്ന സന്തോഷമോ ഇഹത്തിലെ സമാധാനമോ മാത്രമല്ല, നിത്യതയിൽ നിലനിൽക്കുന്ന രക്ഷ കരസ്ഥമാക്കിയ ദൈവമക്കൾ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം ഞാൻ പറയാം. യേശുവിൻ്റെ ജനനം അറിഞ്ഞ കുറേ ആളുകളുണ്ട്. അതിൽ ഒരു കൂട്ടം ആളുകളാണ് വിദ്വാൻമാർ. വിദ്വാൻമാർ എങ്ങനെ അറിഞ്ഞെന്നറിയാമോ? മത്തായി സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 10 വരെ വായിക്കണ്ട ഞാൻ പറയാം. ആമേൻ. വിദ്വാൻമാർ അറിഞ്ഞത് അങ്ങ് കിഴക്ക് ഒരു നക്ഷത്രം ഉദിച്ചു. നിങ്ങളൊരു ആത്മീയ സന്ദേശം മാത്രമേ ഇവിടെ പറയാൻ ഞാൻ സമയമെടുക്കുന്നുള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഒരു നക്ഷത്രം ഉദിച്ചപ്പോൾ അത് വിവേചിക്കാൻ വിദ്വാൻമാർക്ക് കഴിഞ്ഞു. അത് വിവേചിച്ച വിദ്വാൻമാർ യാത്ര പുറപ്പെട്ടു യേശു എന്ന ശിശുവിനെ കാണാനായിട്ട്. അവർ ദൈവഭക്തി കൊണ്ടുവന്നവരല്ല, അവർ രാജഭക്തി കൊണ്ടുവന്നതാണ്. ഒരാന്തരിക ദർശനത്തിലൂടെ അവർ വന്നതല്ല, പ്രവചനത്തിൻ്റെ നിവൃത്തി മനസ്സിലാക്കി വന്നവരല്ല, പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങളുടെ നിവൃത്തി തിരിച്ചറിഞ്ഞവരല്ല. അവർ വരുമ്പോൾ ആമേൻ ഉൽപ്പത്തി 3:15 ഒരുപക്ഷെ അവർക്കറിയത്തില്ല, യെശയ്യാ 7:14 അവർക്കറിയത്തില്ല, മീഖ 5:2 അവർക്കറിയത്തില്ല. അവർ ദൈവഭക്തി കൊണ്ടുവന്നതല്ല, രാജഭക്തി കൊണ്ടുവന്നവരാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ കണ്ടത് ഒരു കാര്യമേ ഉള്ളൂ, നക്ഷത്രമേ കണ്ടുള്ളൂ. ശ്രദ്ധിക്കൂ, നക്ഷത്രം വഴികാട്ടാനായിട്ട് വന്നിരിക്കുകയാണ്. നക്ഷത്രത്തെ കണ്ടുവന്നവർ കൊട്ടാരം കണ്ടപ്പോൾ നക്ഷത്രം വിട്ട് കൊട്ടാരത്തിലേക്ക് കയറി. ശ്രദ്ധിച്ചു നോക്കൂ ദൈവമക്കൾ, ഒരു നിമിഷം ഇന്ന് രാത്രി ഇവിടെ ഒരു ആത്മീയ സന്ദേശം നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇത്രയും നാൾ വഴി നടത്തിയിരുന്ന നക്ഷത്രം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എവിടെ പോയി? എങ്ങും പോയില്ല. നക്ഷത്രമല്ല പോയത്, വിദ്വാൻമാരാണ് പോയത്. മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കൾക്ക്? നക്ഷത്രമല്ല പോയത്, വിദ്വാൻമാരാണ് പോയത്. അവരെങ്ങനെ പോയത്? നക്ഷത്രത്തിനും വിദ്വാൻമാർക്കും ഇടയ്ക്ക് കൊട്ടാരം ഉയർന്നു വന്നു. കൊട്ടാരം കണ്ടപ്പോൾ അവർ നക്ഷത്രത്തെ വിട്ട് കൊട്ടാരത്തിലേക്ക് കയറി. ഒരു നിമിഷം ഇന്ന് രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ജനത്തെ നയിക്കാൻ ദൈവം അയക്കുന്ന മാധ്യമങ്ങളുണ്ട്. പഴയ നിയമത്തിലെ ഇസ്രായേലിനെ നയിക്കാൻ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ദൈവം അയച്ചു. പുതിയ നിയമത്തിലെ ദൈവവൈതലിനെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിനെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവം അയച്ചിരിക്കുകയാണ്. മണവാളനായ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ ദൈവത്തിൻ്റെ സഭ എത്തുന്നത് വരെ നമ്മെ നയിക്കാൻ അയച്ചിരിക്കുന്ന മാധ്യമമാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി ആത്മാവ് വിട്ടുപോയിട്ടില്ല. നിനക്കും ആത്മാവിനും ഇടയ്ക്ക് എന്തോ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയത് എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്? വിവേചിക്കാൻ കഴിയുന്നവർ, ഇന്ന് രാത്രി ആത്മീയ വിവേചനമുള്ള ദൈവവൈതൽ, നിനക്കും ആമേൻ പരിശുദ്ധാത്മാവിനും മധ്യത്തിൽ നിന്നെ നയിച്ചുകൊണ്ടിരുന്ന പുതിയ നിയമസഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനും നിനക്കും മധ്യത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന പണമാണെങ്കിൽ, പ്രതാപമാണെങ്കിൽ, പദവികളാണെങ്കിൽ, കൊട്ടാരങ്ങളാണെങ്കിൽ അത് വിട്ട് താഴേക്ക് ഇറങ്ങി വന്നാൽ ഇന്ന് രാത്രി നക്ഷത്രം പോയിട്ടില്ല. അത് നമ്മെ കാത്തു നിൽക്കുകയാണ്. നാളെയും നയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറയണം. ജീസസ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ സന്ദേശം? പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഭയെ നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തെ വിട്ടിട്ട് സാഹചര്യങ്ങളുടെ അടിസ്ഥാനങ്ങളിലേക്ക് പോയാൽ വഴിതെറ്റും. സ്തോത്രം. ഇതിൻ്റെ പരിതാപകരമായ അന്ത്യം കൂടെ ഞാൻ പറയാം. എനിക്കുള്ള സമയത്തിനുള്ളിൽ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കണം. ഇതിൻ്റെ പരിതാപകരമായ അന്ത്യം കൂടെ ഞാൻ പറയാം. യേശുവിൻ്റെ ജനനം ലോകത്തിന് സന്തോഷമാണെങ്കിൽ ഹെരോദാവിൻ്റെ അകത്ത് കൊല്ലുന്ന ആത്മാവ് വ്യാപരിച്ചു. എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ മാധ്യമങ്ങളെ വിട്ട് ദൈവത്തിൻ്റെ സഭ വഴിമാറിപ്പോയാൽ ദുരന്തം വളരെ വലുതായിരിക്കും.
കോൺസിക്വൻസസ് വളരെ വലുതായിരിക്കും. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? നിന്നെ നയിക്കാൻ, നിന്റെ ജീവിതത്തെ നയിക്കാൻ, നിന്റെ സഭയെ നയിക്കാൻ, നിന്റെ കുടുംബത്തെ നയിക്കാൻ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനത്തെയും വിട്ട് നീ പോകരുത്. അത് നിന്നെ വിട്ടല്ല പോയത്, നീ അതിനെ വിട്ടാണ് പോയത്. ഇന്ന് രാത്രി ഇറങ്ങി വന്നാൽ മതി, അത് നിന്നെ കാത്തു നിൽക്കുകയാണ്. എന്താ ദുരന്തമെന്ന് നിനക്കറിയാമോ? എന്താ ദുരന്തമെന്ന് നിങ്ങൾക്കറിയാമോ? യെരൂശലേമിൽ ഉണ്ടായിരുന്ന എല്ലാ കുഞ്ഞുങ്ങളും, 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ മുഴുവൻ കൊല്ലപ്പെടാനിടയായി. യേശുവിൻ്റെ ജനനം കൊലപാതകത്തിന്റെ സമയമാണ്. അല്ല, ഇത് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ, ഇതൊരു കോൺഫ്ലിക്റ്റ് ആണ്, ഇതൊരു സംഘട്ടനമാണ്. സത്യവും അസത്യവും തമ്മിലുള്ളൊരു സംഘട്ടനമാണ്. നീതിയും അനീതിയും തമ്മിലുള്ളൊരു സംഘട്ടനമാണ്. വെളിച്ചവും ഇരുളും തമ്മിലുള്ളൊരു സംഘട്ടനമാണ്. എന്നാൽ ഒരു ദൂത് കൂടെ ഞാൻ ദൈവമക്കളോട് പറയാം. ഒരഭിഷിക്തൻ ജനിക്കുമ്പോൾ അന്ധകാരത്തിന്റെ ശക്തികൾ കടങ്ങി നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, സത്യമായിട്ട് ദൈവത്തെ സേവിച്ചിട്ട്, പരമാർത്ഥമായിട്ട് ദൈവത്തെ സേവിച്ചിട്ട്, ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സേവിച്ചിട്ട് നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ആമേൻ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, നീ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മശക്തിയെ അന്ധകാരത്തിന്റെ ലോകം തിരിച്ചറിഞ്ഞെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാകുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പരാജയപ്പെട്ട് പിന്മാറേണ്ടവരല്ല. അവർ ആത്മാവിൽ ബലമേറ്റെടുത്തുകൊണ്ട് ശക്തിയോടെ മുന്നോട്ട് വരട്ടെ. ഒരഭിഷിക്തൻ ജനിക്കുമ്പോൾ, ഒരഭിഷിക്തൻ ഒരു സഭയിൽ ഉണ്ടാകുമ്പോൾ, ഒരു അഭിഷിക്തൻ ഒരു സഭയുടെ ചാർജ് എടുക്കുമ്പോൾ, ഒരഭിഷിക്തൻ ഒരു ദേശത്ത് വരുമ്പോൾ അവിടെ അന്ധകാരത്തിന്റെ ശക്തികൾ ഒരുപക്ഷെ തിന്മയായി അവിടെ എഴുന്നേറ്റ് വരാം. എന്നാൽ പരാജയപ്പെടാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഈ രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് അതിനെ തകർക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹെരോദാവ് ശിശുക്കളെ കൊന്നു. ഞാൻ എൻ്റെ വാക്കുകൾ വേഗം അവസാനിപ്പിക്കണം. ഹെരോദാവ് ശിശുക്കളെ കൊന്നു. ഹെരോദാവിൻ്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് പണ്ട് ഫറവോന്റെ മേൽ വ്യാപരിച്ച ആത്മാവാണ്. ഇതൊരു സ്പിരിറ്റാണ്. ഈ സ്പിരിറ്റ് പണ്ട് ഫറവോന്റെ മേൽ വ്യാപരിച്ചതാണ്. ഫറവോന്റെ മേലല്ല, ഇത് പണ്ട് വ്യാപരിച്ചത് കായീന്റെ മേലാണ്. തലമുറയായി കൊല്ലുന്ന ഒരാത്മാവ്, ഒരു സ്പിരിറ്റ് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ ഒരു കാര്യം ഇന്ന് രാത്രി ദൈവമക്കൾ ഓർക്കണം, 10,000ങ്ങളെ ജീവനിലേക്ക് നടത്തുന്ന, നിത്യജീവനിലേക്ക് നടത്തുന്ന ദൈവപുത്രന്റെ ജനനം അതുല്യ ജനനമാണ്, അതുല്യ ജനനമാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ ആളുകൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. യേശുവിനെ തിരിച്ചറിഞ്ഞവർ വീണവനെ ആരാധിക്കും. വിദ്വാൻമാർ അവനെ മനസ്സിലാക്കി, ശിമ്യോൻ അവനെ മനസ്സിലാക്കി, ഹന്ന അവനെ മനസ്സിലാക്കി, ആട്ടിടയന്മാർ അവനെ മനസ്സിലാക്കിയവർ മുഴുവൻ വീണവനെ ആരാധിക്കും. മനസ്സിലാകാത്തവർ വാളുമായിട്ട് നടക്കും. എല്ലാവരും സ്തോത്രം പറഞ്ഞില്ലല്ലോ. മനസ്സിലായവർ മുഴുവൻ വീണവനെ ആരാധിക്കും. മനസ്സിലാകാത്തവർ മുഴുവൻ തിന്മയുടെ ശക്തിയുമായി പുറപ്പെട്ടു വരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവവൈതനോട് ഞാൻ പറയാം, യേശുവിനെ നിനക്ക് മനസ്സിലായെങ്കിൽ ഈ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ നിനക്ക് കഴിയത്തില്ല. വീണ് ഒരുപക്ഷെ മുട്ടിന്മേൽ നിന്ന് കണ്ണുകളടച്ച്, കണ്ണുകൾ നിറഞ്ഞ് അവനെ ഇന്ന് രാത്രി സ്തുതിക്കാതെ നമുക്ക് മടങ്ങി പോകാൻ കഴിയത്തില്ല. ആട്ടിടയന്മാർ അവനെ സ്തുതിച്ചെങ്കിൽ, വിദ്വാൻമാർ അവനെ വന്ദിച്ചെങ്കിൽ, ശിമ്യോൻ അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ, ഹന്നായ്ക്ക് അവനെ തിരിച്ചറിയാൻ കഴിയെങ്കിൽ, ആത്മനിറവ് പ്രാപിച്ച സകല ദൈവമക്കളും ഇന്ന് രാത്രി ദൈവപുത്രനെ തിരിച്ചറിഞ്ഞ ദൈവമക്കളാണ് ഈ ഹോളിൽ വന്നിരിക്കുന്നത്. അവർ ശബ്ദത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ, അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഫറവോന്റെ മേൽ വ്യാപരിച്ചത്, ഹെരോദാവിന്റെ മേൽ വ്യാപരിച്ചത് തലമുറകളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു ജീവനിലേക്ക് നടത്തുന്ന യേശുവാണ്. മുമ്പൊക്കെ നമ്മളെ കാണുമ്പോൾ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ വിശ്വാസികളെ, ദൈവദാസന്മാരെ കാണുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ ഒരു വർഷം എത്ര പേരെ വിശ്വാസത്തിലേക്ക് നടത്തി? പക്ഷെ ഇപ്പൊ ചോദ്യം തിരിച്ചാണ്, ഈ വർഷം നീ നിമിത്തം എത്ര പേര് വിശ്വാസത്തിൽ നിന്ന് പോയി? ഹലോ, പണ്ടൊക്കെ നമ്മളെ കാണുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഈ വർഷം എത്ര പേരെ വിശ്വാസത്തിലേക്ക് നടത്തിയെന്നാണ്. ഇന്ന് ചോദിക്കുന്ന ചോദ്യം തിരിച്ചാണ്, നീ നിമിത്തം എത്ര പേര് വിശ്വാസത്തിൽ നിന്ന് പോയി? കൊല്ലുന്ന ആത്മാവല്ല നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്, ജീവനിലേക്ക് നടത്തുന്ന ആത്മാവാണ്. മനസ്സിലാകുന്ന പെന്തക്കോസ്തുകാരെല്ലാം കരങ്ങൾ ഉയർത്തി ഇന്ന് രാത്രിയിൽ കർത്താവിന് സ്തോത്രം ചെയ്യണം. ആമേൻ. ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒറ്റ ദൂതൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്താം. മറിയ ഒരു വെസലായിരുന്നു, ഒരു പാത്രമായിരുന്നു. മറിയ യേശുവിന് ലോകത്തിൽ അവതരിക്കാൻ ആമേൻ ഉപയോഗിച്ചൊരു പാത്രമായിരുന്നു. ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ഒരു ദൂത് കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ആമേൻ. മറിയ ഒരു പാത്രമായിരുന്നു യേശുവിന് ഭൂമിയിൽ ജനനമെടുക്കാൻ. എങ്കിൽ ആമേൻ, ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഇതുവരെ യേശുവിനെ അറിയാത്ത ആയിരങ്ങൾക്ക് യേശുവിനെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പാത്രമായി തീരാൻ കുറെ പാത്രങ്ങളെ ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുണ്ട്. ആ പാത്രങ്ങളാണ് ഈ പന്തലിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ, ഈസ്റ്റ് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ, ആമേൻ, കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ യേശുവിന് ജന്മം കൊടുക്കുവാൻ,
യേശുവിന് ജനഹൃദയങ്ങൾ ജന്മം കൊടുക്കാൻ കുറെ പാത്രങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഞാനിതാ വരുന്നെന്ന് പറയാൻ എത്ര ദൈവമക്കൾ ഈ ഹോളിലുണ്ട്? അവർ ഒരു നിമിഷം കർത്താവിന് സ്തോത്രം ചെയ്യാതെ പോകരുത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്ന മുമ്പേ ആ ഒരു ദൂത് പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യേശുവിനെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു പാത്രമായി തീരാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന എത്ര പേര് ഈ ഹോളിലുണ്ട്? അവരെയാണ് ദൈവത്തിന് ആവശ്യമുള്ളത്. If our greatest need had been information, God would have sent us an educator. നമുക്ക് ഇൻഫർമേഷൻ ആണ് ആവശ്യമായിരുന്നെങ്കിൽ ഒരു വിദ്യാഭ്യാസ ശ്രേഷ്ഠനെ ദൈവം അയക്കുമായിരുന്നു. If our greatest need had been technology, God would have sent us a scientist. നമുക്ക് സാങ്കേതിക വിദ്യയാണ് ആവശ്യമായിരുന്നെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനെ ദൈവം അയക്കുമായിരുന്നു. If our greatest need had been money, God would have sent us an economist. നമുക്ക് പണമാണ് ആവശ്യമായിരുന്നെങ്കിൽ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ ദൈവം അയക്കുമായിരുന്നു. If our greatest need had been pleasure, God would have sent us an entertainer. നമുക്ക് സന്തോഷമാണ് ഉല്ലാസമാണ് ആവശ്യമായിരുന്നെങ്കിൽ ഒരു എന്റർടൈനറെ ദൈവം അയക്കുമായിരുന്നു. But our greatest need was forgiveness. So God sent us a savior. നമുക്ക് ഏറ്റവും വലിയ ആവശ്യം വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയല്ല, സാമ്പത്തികമല്ല. നമുക്ക് ഏറ്റവും വലിയ ആവശ്യം ക്ഷമയായിരുന്നു. അതിനാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. ഇന്ന് രാത്രി ജനനത്തിൽ അതുല്യനായിരിക്കുന്ന യേശുവിനെ ഞാൻ ഈ പന്തലിൽ ഉയർത്തുകയാണ്. അവൻ നമുക്ക് രക്ഷ തന്നു, അവൻ നമുക്ക് നിത്യജീവൻ തന്നു, അവൻ നമുക്ക് പാപപരിഹാരം തന്നു. ആമേൻ. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജാതനായ ദൈവപുത്രനായ യേശു ക്രിസ്തു മാനവജാതിയുടെ രക്ഷകനാണെന്ന സന്ദേശം തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു കൂട്ടം ദൈവമക്കളാണ് ഇന്ന് രാത്രി ഹോളിലിരിക്കുന്നത്. അവന്റെ അതുല്യത, ശ്രേഷ്ഠത ഹൃദയത്തിൽ തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ആ ഒരു നിമിഷം ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയട്ടെ. ശബ്ദമുയർത്തി അവന് മഹത്വം കൊടുക്കട്ടെ. പോരാ, ഇത്രയും പോരാ. ശക്തിയോടെ ഒരു നിമിഷം ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞു തുടങ്ങാം. ഈ ഹോളിൽ, ഈ പന്തലിൽ, ഈ കൺവെൻഷന്റെ ആരംഭ നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ദൈവകൃപ വ്യാപരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഒരു വലിയ അഗ്നിയായി ഇവിടെ കത്താൻ പോവുകയാണ്. ഈ പന്തലിൽ ദൈവത്തിന്റെ അഗ്നി കത്തുന്നത് അക്ഷരികമായി നമ്മുടെ കണ്ണുകളിൽ കാണാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഈ ഹോളിലുണ്ട്? അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ അക്ഷരീയ കണ്ണുകളിൽ ദൈവത്തിന്റെ അഗ്നി കാണുന്ന ദിവസങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനായി നമ്മെ സഹായിക്കട്ടെ. എനിക്ക് അവസരം നൽകിയ ദൈവദാസന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു.